എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. വനം വകുപ്പിന്റെ തടി ഡിപ്പോകളിലെ നിയന്ത്രണം. വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികളുടെ പരാതിയിൽ വനം വിജിലൻസ് പരാതിക്കാരുടെ മൊഴിയെടുത്തു. നിലമ്പൂർ ഫ്ലൈയിം സ്ക്വാഡിലെ റേഞ്ച് ഓഫീസർ വിജേഷ് കുമാറാണ് പരാതിക്കാരായ അസ്കർ, സാക്കിർ, നിതീഷ്, സഫീർ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തത്. പരാതിക്കാർ പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷൻ DFO, നിലമ്പൂർ നെടുങ്കായം ഡിപ്പോ റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പുതിയ നിയന്ത്രണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയും ഇതിലൂടെ ഉദ്യോഗസ്ഥ അഴിമതിക്ക് കളം ഒരുക്കുകയാണെന്ന് കാണിച്ച് മുഖ്യമന്ത്രി, വനം മന്ത്രി, കോഴിക്കോട് വനം വിജിലൻസ് DFO എന്നിവർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് വനം വിജിലൻസ് DFO ജയപ്രകാശിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ വനം ഫ്ലൈയിം സ്ക്വാഡിലെ റേഞ്ച് ഓഫീസർ വിജേഷ് കുമാർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വടപുറത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. പരാതിക്കാർ രേഖാമൂലം തങ്ങളുടെ പരാതിയും ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന നികുതി വരുമാനത്തിലെ കുറവ്, ലേലങ്ങളിൽ നിയന്ത്രണം മൂലം ഉണ്ടായ കുറവുകൾ അടക്കം എഴുതി നൽകിയിട്ടുണ്ട്. പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷന് കീഴിൽ വരുന്ന നെടുങ്കായം, അരുവാക്കോട് തടി ഡിപ്പോകളിൽ 3 മാസമായി പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രകാരം വർഷങ്ങളായി വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾക്ക് പോലും ഡിപ്പോകളിൽ പ്രവേശിക്കണമെങ്കിൽ ഗേറ്റിലെത്തി ഫോൺ നമ്പറുകൾ, മേൽവിലാസം എന്നിവ കാണിക്കേണ്ട അവസ്ഥയാണെന്നും ഇതുമൂലം വനം വകുപ്പിന്റെ നിയമങ്ങൾക്ക് വിധേയമായി വിളിച്ചെടുക്കുന്ന തടികൾ വിൽപ്പന നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്നും അതിനാൽ ലേലത്തിൽ നിന്നും വിട്ടുനിൽക്കാനും വിളിക്കുന്ന തടികളുടെ അളവ് കുറച്ചിരിക്കുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. എന്നാൽ വ്യാപാരികളുടെ പേരിൽ ഏജന്റുമാർ ഉൾപ്പെടെ ഡിപ്പോകളിലേക്ക് കയറുന്നത് തടയുന്നതിനും ഡിപ്പോകളിലെ നടപടികൾ സുതാര്യമാക്കാനാണ് നിയന്ത്രണമെന്നും വ്യാപാരികൾക്ക് ഡിപ്പോകളിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണമില്ലെന്നും ഡിപ്പോകളിൽ പ്രവേശിക്കുമ്പോൾ പേരും ഫോൺ നമ്പറും നൽകാൻ മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂവെന്നും പാലക്കാട് ടിംബർ സെയിൽ DFO രാജീവും പറയുന്നു. നിലമ്പൂർ, അരുവാക്കോട്, കരുളായി, നെടുങ്കായം ഡിപ്പോകളിൽ പതിറ്റാണ്ടുകളായി വ്യാപാരികൾക്ക് ഡിപ്പോകളിൽ പ്രവേശിക്കുന്നതിന് അവർ ഡിപ്പോ നിയമപ്രകാരം വിളിച്ചെടുക്കുന്ന മരങ്ങൾ ആവശ്യക്കാർക്ക് വിൽപ്പനയ്ക്കായി കാണിച്ചു കൊടുക്കുന്നതിനും തടസ്സമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി പുതിയ നിയന്ത്രണം വന്നതോടെ അനുമതി വാങ്ങാതെ ഡിപ്പോകളിൽ പ്രവേശിക്കുന്ന വ്യാപാരികൾക്ക് ഉൾപ്പെടെ ഡിപ്പോ അധികൃതർക്ക് നടപടിയെടുക്കാനാകും. ഡിപ്പോകൾ വ്യാപാരികൾക്ക് തടികൾ വിൽപ്പന നടത്താനുള്ള സ്ഥലമല്ലെന്നും വ്യാപാരികൾ അവരുടെ യാർഡുകളിൽ കൊണ്ടുപോയാണ് വിൽപ്പന നടത്തേണ്ടതെന്നുമാണ് അധികൃതരുടെ നിലപാട്. ഈ ലേലങ്ങളിൽ തടികളുടെ വിൽപ്പന കുറയുന്നുണ്ടോ? ഈ ലേലങ്ങളിൽ വിൽപ്പനയ്ക്ക് ഒരുക്കുന്ന തടികൾ ലേലത്തിൽ വിൽപ്പന നടത്താൻ കഴിയാതെ വരുന്ന തടികൾ പിന്നീട് കുറഞ്ഞ വിലയ്ക്ക് ക്ലിയർ സെയിൽസിന്റെ പേരിൽ കുറച്ച് വിൽക്കേണ്ടി വരുന്നോ എന്ന കാര്യങ്ങളാണ് അധികൃതർ പരിശോധന നടത്തേണ്ടത്. എ പ്ലസ് വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.